അസ്സലാമലൈക്കും. ഇമ്മൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ കറി ഉണ്ടാക്കാന്ന് വെച്ചു. അതിനു വേണ്ടി ചീനി കൊത്തി നുറുക്കി അടുപ്പിൽ വെച്ച്, അടുത്തത് ചേമ്പ് വൃത്തിയാക്കി കുക്കറിലിടുന്നു. അങ്ങനെ ചീനി വെന്ത് ഊറ്റി റെഡിയാക്കി വെച്ച്, ചേമ്പൊട്ട് കുക്കറിൽ. അതിൻ്റെ ശേഷം കപ്പ ഇട്ടു. ചീനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ഇവിടെ ചീനി എന്നാണ് പറയുന്നത്. പിന്നെ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ചെറിയുള്ളി ഇതരച്ച് ഇതിൽ ആഡ് ചെയ്ത്, വീണ്ടും അതിൻ്റെ മേളിൽ കപ്പ ഇട്ടു. ശേഷം കുക്കർ ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് ഗ്യാസിലോട്ട് വെക്കാം. നമ്മളെ കറിയെല്ലാം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. പിന്നെ ഉള്ളി, കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മാഷാഅല്ലാഹ്. അതിന് ഉള്ളി ഒരുവിധം മൂത്ത് വരുന്നുണ്ട്, ചുമന്ന കളറൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുമന്ന മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇങ്ങനെ മുളക് ഇട്ട് കൊടുത്തു. ഒന്നും കൂടി മിക്സാക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കറി അതിലോട്ട് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച കറി അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ശരി, അസ്സലാമു അലൈക്കും.